മല്ലു ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. പുതിയ സ്പാനിഷ് പരിശീലകന് കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ അടിമുടി മാറ്റങ്ങളാണ് വരാൻ പോകുന്നതെന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. നോഹക്കൊന്നും ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിൽ ഇനി അടുത്ത സീസണിൽ സ്ഥാനമുണ്ടാവില്ല എന്ന രീതിയിലാണ് റിപ്പോർട്ടുകളൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത സീസണിലെ പുതിയ സൈനിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് അപ്ഡേഷനുകളും പുറത്തേക്ക് വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി നോക്കി വരാം. അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, പഞ്ചാബ് FC-ലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ അയച്ചിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരമായിട്ടുള്ള നിഹാൽ സുദേശ് അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെ മടങ്ങി വരുമെന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ തന്നെ മുംബൈ സിറ്റി FC-ലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ പോയിട്ടുള്ള പ്രബീർ ദാസ് ഇനി ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങി വരില്ല എന്നും പ്രബീർ ദാസിനെ സ്ഥിര കരാറിൽ സ്വന്തമാക്കാൻ മുംബൈ സിറ്റി FC ആഗ്രഹിക്കുന്നുണ്ടെന്നും ആയതിനാൽ പ്രബീർ ദാസിനി ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങിയെത്തില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ ഗോൾ ഇന്ത്യയുടെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ, കേരള ബ്ലാസ്റ്റേഴ്സിൽ ടീമിന് വേണ്ടി 100% കമ്മിറ്റ്മെന്റ്സോടുകൂടി കളിക്കുന്നതും 100% ആത്മാർത്ഥതയോടുകൂടി കളിക്കുന്നതുമായ പ്ലേയേഴ്സിനെ മാത്രമേ നിലനിർത്തുകയുള്ളൂ എന്ന് തുറന്നടിച്ച് സംസാരിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിനകം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ താരമായ നോഹ സദോരി ടീമിൽ വരുത്തുന്ന മാറ്റങ്ങളുടെ ഭാഗമായിക്കൊണ്ട് വരാനിരിക്കുന്ന സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ തുടരുന്നേക്കില്ല എന്ന രീതിയിൽ റിപ്പോർട്ടുകളും പുറത്തേക്ക് വിട്ടു കഴിഞ്ഞു. ഏതായാലും നോഹയെ ഒഴിവാക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകന്റെ തീരുമാനമായിരിക്കുമെന്ന രീതിയിലാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും നോഹയെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ അറിയിക്കുക. ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിൽ അടിമുടി മാറ്റങ്ങളാണ് വരാൻ പോകുന്നതെന്നാണ് ഈ റിപ്പോർട്ടുകളിൽ നിന്നെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.